കരിയർ പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 കഴിഞ്ഞ് പലതരം ഡിഗ്രി കോഴ്സസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ചില കുട്ടികൾ BSc എടുത്തു പോകുന്നു, ചില കുട്ടികൾ BA എടുത്തു പോകുന്നു, ചില കുട്ടികൾ BCom എടുക്കുന്നു, ഇതുകൂടാതെ BBA എടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ BScയിൽ പല സബ്ജക്റ്റുകൾ എടുക്കാം, BAയിൽ പല സബ്ജക്റ്റുകൾ എടുക്കാം അല്ലേ? ഇനി +2 കഴിഞ്ഞിട്ട് ലോ താല്പര്യമുള്ളൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലോ എടുത്ത് പോകാവുന്നതാണ്. അതിൽ BA LLB ഉണ്ട്, BCom LLB ഉണ്ട്, BBA LLB ഉണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാതെ വേറൊരു പ്രോഗ്രാമുണ്ട്. അതാണ് BAJ LLB എന്ന് പറയുന്നത്, ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ ജേർണലിസം ആൻഡ് LLB. ഇതൊരു ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്കിന്ന് ഈ പ്രോഗ്രാമിനെ കുറിച്ച് നോക്കാം. BAJ LLB എന്ന് പറയുന്ന പ്രോഗ്രാമിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ പറയുന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ 2 മേഖലകളിലേക്ക് നമുക്ക് തിരിഞ്ഞ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലിറ്റിഗേഷൻ്റെ ഫീൽഡിലാണെങ്കിൽ അങ്ങനെ, കാരണം നമ്മൾക്ക് LLB ഉണ്ട്. ഇനി അങ്ങനെയല്ല, ജേർണലിസം ഫീൽഡിലേക്ക്, മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ആ ഫീൽഡിലേക്ക് നമുക്ക് പോകാനായിട്ടുള്ള ഒരു ഫ്രീഡം ഈ കോഴ്സ് തരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കോഴ്സ് ഒരു 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. +2 കഴിഞ്ഞ് 5 വർഷമാണ് നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നത്. ആദ്യത്തെ 2 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ജേർണലിസത്തിനെ കുറിച്ചും ആർട്സ് സബ്ജക്റ്റുകൾ, അതായത് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഹിസ്റ്ററി, ഇങ്ങനെയുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ അവിടെ കവർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത 3 കൊല്ലം എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ്ലി ലോ പ്രൊഫഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ക്രിമിനൽ ലോ, സിവിൽ ലോ, ഒരുപാട് ലോയുമായി ബന്ധപ്പെട്ട ടോർട്ട്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിക്കും. സോ ഇത് രണ്ടും ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഒരു കരിയർ പ്രോഗ്രഷന് പറ്റുന്നൊരു കോഴ്സാണ് BAJ LLB എന്ന് പറയുന്നത്. ഈ കോഴ്സ് എവിടെ പഠിക്കാം എന്ന് ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. ഇന്ന് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലും അല്ലാതെ തന്നെ ഒരുപാട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ പറയുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാലും അതിൻ്റെ ഒരു അംഗീകാരം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി ലോ കോഴ്സസ് ആവുന്ന സമയത്ത് നമ്മൾ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ഉള്ള കോഴ്സുകളാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലൊന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. പക്ഷേ നമ്മൾ പ്രൈവറ്റ് കോളേജസിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കോഴ്സ് എടുത്ത് പഠിച്ചതിന് ശേഷം ജോലിയാണല്ലോ എല്ലാവർക്കും പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പം ഏത് ജോലികളിലേക്കാണ് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നത് എന്നൊരു ചോദ്യം വരാറുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ലോ പഠിക്കുന്ന ഒരാൾക്ക് പോകാൻ പറ്റുന്ന മേഖലകൾ എന്താണ്? അവർക്ക് കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യാം അല്ലേ? അവർക്ക് ഇഷ്ടമുള്ള മേഖല, അതായത് ക്രിമിനൽ ആണെങ്കിൽ അങ്ങനെ, ഇനി സിവിൽ ആണെങ്കിൽ അങ്ങനെ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനി ഒരു സ്റ്റേറ്റിൻ്റെ കോർട്ടിലാണെങ്കിൽ, അതായത് ഹൈക്കോർട്ടിലാണെങ്കിലും, ഇനി നാഷണൽ ലെവലിൽ പോകണം എന്നുണ്ടെങ്കിലും, സുപ്രീം കോർട്ടിലാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇതിനുള്ളൊരു ഫ്രീഡമുണ്ട്. അവർക്ക് ഈ പറയുന്ന അഡ്വക്കേറ്റ്സിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് എവിടെയാണോ അവർക്ക് എത്തിപ്പെടേണ്ടത് അവിടെ എത്താനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു പ്രാക്ടീസിൻ്റെ ഒരു സമയത്ത് ഒരു ഇൻകം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം മിക്ക ആൾക്കാരും ലോ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ പറയാറുണ്ട്, കയ്യിൽ കാശ് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും, അത് കാരണം അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോർപ്പറേറ്റ് ലോയിലേക്ക് പോകാനായിട്ട് സാധിക്കും. കോർപ്പറേറ്റ് ലോ എന്ന് പറയുമ്പോൾ കമ്പനീസിലെല്ലാം തന്നെ ഇപ്പോൾ ലോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇനി ഗവൺമെൻറ് സ്ഥാപനങ്ങളായിക്കോട്ടെ, പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ തന്നെ ലോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രിപ്പയർ ചെയ്ത് ചില ഇൻ്റർവ്യൂസ് ഉണ്ട്, ചില ഇതിൽ എക്സാംസും ഉണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ആ പറയുന്ന മേഖലയിലേക്ക് പോകാവുന്നതാണ്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ ജുഡീഷ്യറിയുടെ ഫീൽഡിലേക്ക് പോകാം. ഇന്ത്യൻ ജുഡീഷ്യറി സർവീസ് അടക്കം സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലുമുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതി ആ പ്രൊഫഷനിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറയുന്ന ലോയുമായി ബന്ധപ്പെട്ട്, അതായത് LLB എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ഈ പറയുന്ന മേഖലയിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇനി BAJ, അതായത് നമ്മൾ ബാച്ചിലർ ഓഫ് ആർട്സ് ഇൻ ജേർണലിസവും നമ്മളുടെ കയ്യിലുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീഡിയ ഫീൽഡിലേക്ക് പോകാനായിട്ട് സാധിക്കും. മീഡിയ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് വരുന്ന
പല നിയമവ്യവസ്ഥിതികൾ, പുതിയ മാറ്റങ്ങൾ, ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? പത്രമാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിലൂടെയോ ഒക്കെയാണ് അല്ലേ? അപ്പം ഇത് പറഞ്ഞു തരുന്ന വ്യക്തി എന്ന് പറയുന്നത് അത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. കാരണം ജനങ്ങൾ ഈ കേൾക്കുന്നത് വിശ്വസിക്കുകയാണ്, അതിനനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാ ഈ പറയുന്ന മാസ് മീഡിയ കഴിഞ്ഞ കുട്ടികളെക്കാളും അഡ്വാൻറ്റേജ് ഉള്ളത് ഈ പറയുന്ന BAJ LLB പഠിച്ച ആൾക്കാർക്കാണ്. കാരണം അവർക്ക് ലീഗൽ കറസ്പോണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ ലീഗൽ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അത് കൂടാതെ വേറെയും മേഖലകളുണ്ട്. ഇപ്പോൾ ലീഗൽ ബ്ലോഗ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കണ്ടൻറ് റൈറ്റിംഗ് ലീഗൽ ഫീൽഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ തന്നെ അവർക്ക് ജോലി സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജും ഈ പറയുന്ന കോഴ്സ് പഠിച്ച ആൾക്കാർക്ക് ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, ക്രൈം ജേർണലിസ്റ്റ് ഇങ്ങനെയുള്ള മേഖലകളിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഡിപ്ലോമ കോഴ്സസ് അവൈലബിൾ ആണ് ലീഗൽ ജേർണലിസത്തിൽ. സോ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും സ്പെഷ്യലൈസേഷൻസ് ഡിപ്ലോമ കോഴ്സസും ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് മീഡിയ ഫീൽഡിൽ ഈ ഒരു ലീഗൽ കറസ്പോണ്ടൻ്റായിട്ട് അല്ലെങ്കിൽ ആ ഒരു ലീഗൽ ഫീൽഡിൽ നിങ്ങൾക്ക് നിൽക്കാനായിട്ട് സാധിക്കും. സോ നമ്മളിപ്പോൾ ഈ കോഴ്സാണ് നിങ്ങൾ പഠിച്ചത് എന്നുണ്ടെങ്കിൽ ഹയർ സ്റ്റഡീസിന് നിങ്ങൾക്ക് LLM എടുത്ത് പഠിക്കണമെങ്കിൽ അങ്ങനെയും പഠിക്കാവുന്നതാണ്. ഇനി MA മീഡിയ ആൻഡ് ജേർണലിസം എടുത്ത് പഠിക്കണമെങ്കിൽ അങ്ങനെയും പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഡൈവേഴ്സായിട്ട് പോകാനായിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് BAJ LLB എന്ന് പറയുന്നത്. സോ +2 കഴിഞ്ഞ് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, ഈ 2 വിഷയങ്ങളും താല്പര്യമുണ്ട്, പക്ഷേ ഇപ്പോൾ തീരുമാനിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല, ഏത് മേഖലയാണ് തിരഞ്ഞെടുത്ത് പോകേണ്ടത്, അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സാധാരണ LLB കഴിയുന്നത് പോലെ എല്ലാ ഗവൺമെൻറ് എക്സാംസും എഴുതാനായിട്ട് നമുക്ക് സാധിക്കും, ഇൻക്ലൂഡിങ് സിവിൽ സർവീസ്. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ മേഖലയിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് പറ്റുന്നൊരു കോഴ്സാണ് BAJ LLB എന്ന് പറയുന്നത്.